നമസ്കാരം. സ്ത്രീകളുടെ യഥാർത്ഥ കരുത്തിന്റെ ഉള്ളറിയുന്ന, കഴിവിന്റെ ഉള്ളറിയുന്ന പൊതുവേദി ഇത് റെഡ് കാർപ്പറ്റ്. സോ ലെറ്റ്സ് ബിഗിൻ ദി ഷോ. ദിസ് ഈസ് റെഡ് കാർപ്പറ്റ്. റെഡ് കാർപ്പറ്റിലെ ഇന്നത്തെ അതിഥികൾ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കപ്പിളാണ് കേട്ടോ ഇന്ന് വരാൻ പോകുന്നത്. നമുക്ക് എല്ലാവർക്കും പ്രിയങ്കരിയായ ശരണ്യ മോഹൻ ആൻഡ് ശരണ്യയുടെ സ്നേഹസമ്പന്നനായ ഹസ്ബൻഡ് ഡോക്ടർ അരവിന്ദ് കൃഷ്ണൻ. വളരെയധികം സന്തോഷം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. റെഡ് കാർപ്പറ്റിലേക്ക് സ്വാഗതം. ഈ ഇൻട്രോ പാട്ടിനൊരു പ്രത്യേകത ഉണ്ട് അല്ലേ? ഇയാള് ഈ ചേട്ടൻ വീട്ടില് കുട്ടിയെ ഉറക്കുന്ന പാട്ടാണ്. അണ്ടം കാക്ക കൊണ്ടക്കാരി. എന്താണോ താരാട്ടും ഈ പാട്ടും തമ്മിലുള്ള ആത്മബന്ധം? മറ്റേ പാട്ട് പാടിയിട്ട് അവൾ ഉറങ്ങിയിട്ടില്ല, അപ്പൊ അതുകൊണ്ട് ഈ പാട്ട് പാടിയതാണ്. സാധാരണ എല്ലാവർക്കും ഉണർത്ത് പാട്ടാണ്. ഉണ്ടാക്കുന്ന കേൾക്കുമ്പോ കുട്ടി അറിയാണ്ട് ഉറങ്ങി പോകല്ലേ. ശരി, ഞാൻ ആദ്യം തന്നെ എന്റെ ഇൻട്രോയിൽ പറഞ്ഞു ഒരുപാട് പ്രത്യേകതയുള്ള ഒരു കപ്പിളാണ് നമുക്ക് ഇന്നത്തെ ഗസ്റ്റ് ആയിട്ട് വരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് എല്ലാ വിശേഷങ്ങളും ഇവിടെ ഷെയർ ചെയ്യാനാണ് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് തുടങ്ങാം അല്ലേ? യെസ്, റെഡി. ഓക്കെ, അപ്പോൾ ശരണ്യ അരവിന്ദ്, ഞാൻ ആദ്യം തന്നെ ശരണ്യയിലേക്ക് പോവാം. കാരണം ശരണ്യ നമ്മൾ ചൈൽഡ് ആർട്ടിസ്റ്റ് മുതൽ ഒരുപാട് സിനിമകൾ കണ്ടു. അത് മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നീ എല്ലാ ഭാഷയിലും സൂപ്പർ താരങ്ങളോട് അഭിനയിച്ചു. സോ എങ്ങനെയാണ് ഈ ഒരു കരിയറിനെ നോക്കി കാണുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? എനിക്ക് സിനിമയിലേക്ക് വരുമ്പം ഈ ഒരു എന്താ പറയുക ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിൻ്റെ ആ ഒരു വില എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്നും ഒരു ബോധം ഇല്ലാത്ത സമയത്താണ് വരുന്നത്. പക്ഷേ ഈ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയങ്ങളിൽ നമ്മളെക്കാളും ഒത്തിരി കഴിവുള്ള ആൾക്കാർ വെളിയിലുണ്ട്. അവരൊക്കെ ഒന്ന് മുഖം കാണിക്കാൻ വേണ്ടി എന്തോരം കഷ്ടപ്പെടുന്നു എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2-3 വർഷം എനിക്ക് തോന്നുന്നു വെണ്ണില കബഡിക്കുളു അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു ഫീൽഡിനെ സീരിയസ് ആയിട്ട് കാണാൻ തുടങ്ങിയത്. നമ്മൾ അതിനെ അപ്പോഴത്തേക്ക് സമയമെല്ലാം കല്യാണം കഴിച്ച് ഈ താങ്കൾ ഈ ആലപ്പുഴക്കാരിയായ ഈ കുട്ടിയെ തിരുവനന്തപുരംകാരിയാക്കിയത് ഭയങ്കര വലിയ കഥയാണോ? അത്ര വലിയ കഥയൊന്നുമില്ല. അത് നമ്മുടെ ഒരു എന്താ പറയാ 2009 ഞാൻ പുള്ളിക്കാരി ആദ്യമായിട്ട് ഞാൻ എൻ്റെ ഒരു കോമൺ ഫ്രണ്ട് വഴി പരിചയപ്പെടുന്നത് ആ സമയത്താണ്. അന്ന് അത് കഴിഞ്ഞ് പക്ഷെ ശരണ്യ ഒരുപാട് സിനിമയൊക്കെ ചെയ്തു എനിക്ക് തോന്നുന്നു. അല്ല, കെമിസ്ട്രിയുടെ സമയത്തായിരുന്നു. കെമിസ്ട്രിയുടെ ഈ പറയുന്ന എഡിറ്റർ എന്ന് പറയുന്നത് എൻ്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെട്ട് കമ്പനി ആവുന്നത്. പിന്നെ പ്രണയം എന്ന് തുടങ്ങി കല്യാണം കഴിഞ്ഞ ശേഷം. അതെനിക്ക് എടുത്തു പറയണം, കല്യാണം കഴിഞ്ഞിട്ടാണ് പ്രണയം തുടങ്ങിയത്. അപ്പൊ നിങ്ങൾ കല്യാണം കഴിക്കണം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് ആരെങ്കിലും ഒരാൾ എത്തണമല്ലോ. അതെ, ആ തീരുമാനം നിങ്ങൾ ആരെടുത്തു? ഇദ്ദേഹത്തിന്റെ കല്യാണം ഉറക്കുമ്പം നീ എവിടെ ആണെങ്കിലും ഏത് ലൊക്കേഷനിലാണെങ്കിലും എന്റെ കല്യാണത്തിന് പങ്കെടുക്കണം എന്ന് പറഞ്ഞ വ്യക്തിയാണ്. ഓ, അത് ശരി. കറക്റ്റായില്ലേ? നീ എവിടെയാണെങ്കിലും എന്റെ കല്യാണത്തിന് നീ വന്നിരിക്കും. അതെ, അങ്ങനെ പറഞ്ഞ് ഓക്കെ ബ്രോ. എന്റെ ഞാൻ പിന്നെ കേരളത്തിന്റെ ബ്രോ ആയതുകൊണ്ട് കുഴപ്പമില്ല, ആസ്ഥാന ബ്രോയാണ്. ഈ ശരണ്യയിൽ കണ്ട ഒരു പോസിറ്റീവ് എന്തായിരുന്നു? അതായത് ഫ്രണ്ട് ആയിട്ടിരുന്നപ്പോഴും ഇപ്പൊ ഭാര്യയാവുമ്പോഴൊക്കെ ഒരു ഭയങ്കര ഒരു പോസിറ്റീവ് സൈഡ് ശരണ്യക്ക് ഉണ്ട് എന്നുള്ളത് എന്തായിരുന്നു? ഒന്ന്, ആള് വളരെ ജെന്യൂനാണ്. ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയിൽ ഞാൻ ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പം നമുക്ക് ഈ സംസാരിക്കുന്ന ഇടയിൽ നമുക്കൊരു ഫേക്ക്നെസ്, ജെന്യൂനിറ്റി എന്ന് പറഞ്ഞ സാധനം അത് ഇദ്ദേഹം വളരെ ജെന്യൂനാണ്. അപ്പൊ ആ ഒരു വളരെ പോസിറ്റീവാണ്. പിന്നെ പുള്ളിക്കാരിക്ക് ഒരു ചെറിയ ഫ്രണ്ട് സർക്കിളേ ഉള്ളൂ. കാരണം വെച്ചാൽ ഒരു പരിധി കൂടുതൽ പുള്ളിക്കാരി ആളെ അടുപ്പിക്കില്ല. അല്ല, അത് അത് വേറൊന്നും കൊണ്ടല്ല, അതൊരു ഭയങ്കര കോഷ്യസ് നേച്ചർ ആയതുകൊണ്ട്. പിന്നെ കുറെ ഉണ്ട്, നല്ല ആർട്ടിസ്റ്റാണ്, നന്നായി. എനിക്ക് ഇദ്ദേഹത്തിന്റെ ഡാൻസ് ഭയങ്കര ഇഷ്ടമാണ്. അതെന്തൊക്കെയാണെന്നറിയോ, വീട്ടിൽ ചെന്നാൽ തിരിച്ച് കാണേണ്ടതാണ്. എന്റെ നടുവേ പല ഓർമ്മകളും ചേട്ടന്റെ മനസ്സിലൂടെ മിന്നി പാകും. തിരിച്ച് ചേട്ടന്റെ കാര്യത്തിൽ എന്താണ് ഒരു പോസിറ്റീവായിട്ട്, അല്ലെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ് മതി എനിക്ക്. നെഗറ്റീവ് ഈ പറഞ്ഞ കണക്ക് ഇഷ്ടമല്ലെങ്കിൽ അപ്പൊ പറയും. അത് പോസിറ്റീവാണ്, ചില സമയത്ത് നെഗറ്റീവ് ആണ്. അത് ചിലപ്പോ ആൾക്കാർ ആരെന്നുള്ളത് ഞാൻ ഓർക്കാറില്ല. അതൊരു അല്ല, അവിടെ പുള്ളിയുടെ ആ ഒരു ഭാഗം അങ്ങ് ക്ലിയർ ആക്കും. പക്ഷെ എന്താ പറയാ, ഞാൻ അതാ പറഞ്ഞ ചിലപ്പോ പോസിറ്റീവ് ആവാം, ചിലപ്പോ സാഹചര്യം ആവും. ഈ ചേട്ടൻ അതായത് അഭിനയത്തോട് ഭയങ്കര താല്പര്യമുള്ള ഒരാളാണെന്ന് എനിക്ക് പല വീഡിയോസും കണ്ടപ്പോൾ തോന്നിയിട്ടുണ്ട്. കുഞ്ഞിൽ എന്തെങ്കിലുമൊക്കെ അതുപോലെ ഓഡിഷൻസിന് പോവുക, അല്ലെങ്കിൽ അഭിനയം? ഒരു ഓഡിഷന് ഞാൻ പോയിട്ടുള്ളൂ, അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. 27ാമത്തെ വയസ്സിൽ പോയിട്ടുണ്ട്. അത് കിട്ടിയില്ല. കിട്ടി. എന്നിട്ട് അമ്മ പറഞ്ഞു
മതി. അല്ല, ആ സമയത്ത് എനിക്ക് മറ്റേ MDSന്റെ അഡ്മിഷനായി. എന്നുവെച്ചാ നല്ലോണം എൻ്റെ വീട്ടിലെന്ന് വെച്ചാൽ അച്ഛനും അമ്മയും പ്രൊഫസേഴ്സാണ്. അപ്പം അവിടെ കല എന്നുള്ളതിനേക്കാൾ ഉപരി ഇപ്പം പഠിത്തം എന്ന് പറയുന്നതിനൊരു ഇതാണ്. അപ്പം നീ അവർ പറഞ്ഞൊരു കാര്യമുള്ളൂ, നീ PG എടുത്തോ, അത് കഴിഞ്ഞിട്ട് നീ എന്ത് വേണം ചെയ്തോ. അപ്പോഴേക്കും പ്രായം കഴിഞ്ഞു. എന്നുവെച്ചാൽ ആ വഴിക്ക് പോയാൽ പിന്നെ പറയാൻ പറ്റില്ല, കാരണം കഷ്ടപ്പെട്ട് BDS ഒക്കെ. പക്ഷേ ഇപ്പൊ ഡോക്ടർ ആയല്ലോ, ഇനിയിപ്പോ സിനിമയിൽ അഭിനയിച്ചൂടെ? ഞാൻ മാത്രം വിചാരിച്ച പോലെയല്ലോ. അല്ല, ഇനി ഇതുപോലെ ഓഡീഷൻസിന് പോകണം, അല്ലെങ്കിൽ ആരോട് അങ്ങോട്ട് എന്നെ ഒന്ന് സിനിമയിൽ എടുക്കോ? ഞാൻ പറയുന്നുണ്ട്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് കുറെ ഫ്രണ്ട്സ് ഉണ്ടെന്നല്ല പറഞ്ഞത്. എല്ലായിടത്തും ഞാൻ പറയുന്നുണ്ട്, പക്ഷെ അവരെല്ലാം തമാശയാന്ന് പറഞ്ഞിട്ട് നമുക്ക് തള്ളി കളയുന്നുണ്ട്. ചേട്ടൻ സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തൊരു സിനിമയിൽ നായകനായിട്ട് ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ ആ ഒരു കാര്യം മാത്രം പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ നല്ല ഫീൽഡാണ്, അഭിനയം എല്ലാം നല്ലതാണ്, പക്ഷെ പ്രൊഡ്യൂസർ സിനിമ അഭിനയം മാത്രമേ ഉള്ളൂ, അതേ സിനിമയിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ? എനിക്ക് ടെക്നിക്കൽ സൈഡാണ് ഇഷ്ടം. ടെക്നിക്കൽ സൈഡാണ് ഇഷ്ടം. ഏതാണ്? ഡയറക്ഷൻ, റൈറ്റിംഗ് ആണ് എൻ്റെ മെയിൻ. റൈറ്റിംഗ്. കഴിഞ്ഞ ഒരു 5 കൊല്ലമായിട്ട് ഞാൻ സ്ക്രിപ്റ്റ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ആ സ്ക്രിപ്റ്റ് എത്രയും പെട്ടെന്ന് പൂർത്തിയാവട്ടെ, എന്നിട്ട് അതൊരു സിനിമയാവട്ടെ. അതിൽ നായിക, 2 നായിക വേണോ 1 നായിക വേണോ എന്നൊക്കെ നിങ്ങൾ തീരുമാനിക്കണം. അങ്ങനെയല്ല, അത് 2 നായിക എന്ന് പറഞ്ഞ കാരണം എന്താണെന്നുള്ളത്. സ്ക്രിപ്റ്റ് ഒക്കെ എഴുതും, അത് ലാംഗ്വേജ് താണ്ടി താണ്ടി വേറെ എവിടെയെങ്കിലും പോവോ എന്നുള്ളതാണ്. ഏത് ജോണർ ആയിരിക്കും എഴുതാൻ താല്പര്യം സിനിമ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ എഴുതാൻ? ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലേഴ്സ് ആണ് എനിക്ക് ഇഷ്ടം. ഓ, അത് ശരി. ഞാൻ MDS മാത്രമല്ല, ഞാൻ PG ഡിപ്ലോമ എടുത്ത ഫോറൻസിക് സയൻസിലാണ്, ക്രിമിനോളജി അങ്ങനത്തെ. അപ്പം അതിൻ്റെ അകത്തോടൊരു ചായ്വുണ്ട്. ഈ അതായത് ജീവിതത്തിൽ എന്തെങ്കിലും സിറ്റുവേഷൻസ് ഒക്കെ എപ്പോഴെങ്കിലും എഴുതിയിട്ടുണ്ടോ? അതായത് നല്ല ഫണ്ണി ആയിട്ടുള്ള എക്സ്പീരിയൻസോ മോശമായിട്ടുള്ള എക്സ്പീരിയൻസ് എന്തെങ്കിലും? കഥ എഴുതുന്നതിനകത്ത് എന്തായാലും നമ്മുടെ അനുഭവം വരും. ഇപ്പോൾ പറയുന്ന, ഞാൻ മെഡിക്കൽ കോളേജ് തിരുവനന്തപുരത്താണ്, ജനറൽ കോളേജിലാണ് പഠിച്ചത്. അപ്പം നമുക്ക് കാഷ്വാലിറ്റി ജീവിതങ്ങളുണ്ട്. അത് ഒരുപാട് എന്താ പറയുക, നമുക്ക് ഞാൻ തമാശയായിട്ട് പറയുന്നതാണ്, കാഷ്വാലിറ്റി പോയി നിന്ന് കഴിഞ്ഞാൽ ജീവിതം എത്രമാത്രം നല്ലതാണെന്ന് നമ്മൾ മനസ്സിലാക്കും. എന്നുവെച്ചാൽ പല പല ടൈപ്പ് ഓഫ് ആൾക്കാരാണ് വരുന്നത്. പ്രത്യേകിച്ച് ട്രോമ കേസ്, ആക്സിഡന്റ് കേസ് വരുമ്പോൾ നമുക്കത് മനസ്സിലാവും, നമുക്ക് പതുക്കെയൊക്കെ വണ്ടി ഓടിക്കാൻ തോന്നും. ശരണ്യ എങ്ങനെയാണ്? ഡ്രൈവിംഗ് ഒക്കെ ചെയ്യുന്ന ആളാണ്? 18 വയസ്സ് തികഞ്ഞപ്പോൾ ലൈസൻസ് എടുത്തു, 2 വീലർ ആൻഡ് 4 വീലർ എടുത്തു. അതിപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് എൻ്റെ പേഴ്സിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയും, ഒരു അത്യാവശ്യത്തിന് നീ വണ്ടി എടുക്കണം, വണ്ടി ഓടിക്കാൻ വെച്ചാൽ ഓടിക്കും. മനസ്സിലായി. എന്നാലും ഒരു ക്രേസ് ഇല്ല. അതേ ഉള്ളൂ, നമുക്ക് ഇങ്ങനെ സൈഡിൽ ഇരുന്ന് ഉറങ്ങില്ല എന്ന് മാത്രം. ഞാൻ എൻ്റെ ഡ്രൈവിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പം ആലപ്പുഴ പോവുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ വരുന്നത്. അതായത് ഞാൻ ഒരു 3:30-4 മണിയാകുമ്പം ഇവരെല്ലാം തട്ടി എണീപ്പിച്ചിട്ട് 4 മണിയാകുമ്പോൾ ഇവിടെ ഞാനൊരു 6:30, 7 ആകുമ്പോൾ എത്തും. അപ്പം രാവിലെ ആകുമ്പോൾ ട്രാഫിക് ഇല്ല. പക്ഷെ ഇദ്ദേഹം കണ്ണൊക്കെ തുറന്ന് ഇരിക്കും. ചേട്ടാ ഉറക്കം വരുന്നുണ്ടോ? ഒരു കുത്തൽ. അല്ല, എനിക്ക് പണ്ടേ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഞാൻ ഡ്രൈവേഴ്സിനെ വാച്ച് ചെയ്യാറ്, ഓടിക്കുമ്പോൾ. കാരണം മനുഷ്യനാണ്, എപ്പോൾ ആണെങ്കിലും അവരും രാപ്പകല് പണിയെടുക്കുന്ന ആൾക്കാരല്ലേ. അപ്പം ഞാൻ ഇങ്ങനെ ശ്രദ്ധിക്കും. അപ്പം ഞാൻ ചോദിക്കാറുണ്ട്, ഉറക്കം വരുന്നുണ്ടെങ്കിൽ നിർത്തിയിട്ട് പോവാം. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെയാണ്. അതുപോലെ രാപ്പകൽ പണിയെടുക്കുന്ന താങ്കളെ ഒരു പ്രത്യേക ശ്രദ്ധ, അത്രേ ഉള്ളൂ. കുട്ടി ഉദ്ദേശിക്കുന്നത് അത്രേ ഉള്ളൂ. ഒരു വളരെ ഈ കല്യാണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കല്യാണത്തിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഓർമ്മകളൊക്കെ ഉണ്ടോ? സമയം കിട്ടിയില്ല. സത്യമായിട്ട് എന്റെ ഡ്രീം വെഡിങ് എന്ന് പറയുന്നത് 300 പേരുടെ വെഡിങ് ആയിരുന്നു. അതിലൊരു 0 കൂടി പോയി. അതാരോ കഥ അടിച്ചിറക്കി വിജയ് കല്യാണത്തിന് വരുന്നുണ്ടെന്ന്. അത് ശരി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പയ്യൻ 4-5 വട്ടം കയറിയിട്ട് എനിക്ക് കൈ തന്നിട്ട് ആരെന്നുള്ള ഞങ്ങൾക്ക് പറഞ്ഞു, 2 പേർക്ക് പറഞ്ഞു. വിജയുടെ ഫാനായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ കുറച്ച് പ്രതീക്ഷിക്കുള്ളൂ. കാരണം വിജയ്, ധനുഷ്, ഇവരൊക്കെ, നയൻതാര, ഇവരൊക്കെ ശരണ്യയുടെ കല്യാണത്തിന് വരും നമ്മൾ ഓഡിയൻസ് പ്രതീക്ഷിച്ചു. താങ്കളും അത് പ്രതീക്ഷിച്ചു, പക്ഷെ അവര് വന്നില്ല. അവരെ വരാത്തത് വിളിക്കാത്തോണ്ടാണോ? അല്ല, വിളിച്ചിരുന്നു വിജയ് സാറ്. പറ്റുമെങ്കിൽ അവിടെ നമ്മുടെ ഏതോ ഒരു മൂവിയുടെ ഷൂട്ടിന് കേരളത്തിലുണ്ടായിരുന്നു. അപ്പം മാക്സിമം ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞു, പക്ഷെ വരാൻ പറ്റില്ല. ധനുഷ് സാറ് വിളിച്ചു, പക്ഷെ പുള്ളിയും തിരക്കിലായിരുന്നു. അപ്പോൾ നിങ്ങളുടെ, അതായത് ഇപ്പൊ ഇദ്ദേഹത്തിന് ഒരു 300 പേരുടെ കല്യാണം അങ്ങനെയൊക്കെ ഒരു സ്വപ്നം ഉണ്ടായിരുന്നല്ലോ. ശരണ്യക്ക് എന്തെങ്കിലും സ്വപ്നം ഉണ്ടായിരുന്നു? ഇന്ന കളർ സാരി ഉടുക്കണം, ഇന്ന ടെമ്പിൾ ജ്വല്ലറി ഇടണം? അല്ല, ഞാൻ കൂടുതൽ പേഴ്സണലി ഞാൻ ട്രഡീഷണലിന് കുറച്ച് വാല്യൂസ് കൂടുതൽ കൊടുക്കുന്ന ആളാണ്. അപ്പം ഞാൻ ഞാൻ സാരിയുടെ കാര്യത്തിൽ ഓർത്തു, ഞാൻ റെഡ്, മെറൂൺ ആ ഒരു ഷെയ്ഡ് നോക്കുന്നില്ല. അങ്ങനെ ഞാനൊരു എന്താ പറയാ, പിങ്ക്, ലാവൻഡർ, പേർപ്പിൾ, ഈ ഒരു 3 കോമ്പിനേഷൻ്റെ ഒരു സാരിയാണ് ഉടുത്തിരുന്നത്. പിന്നെ ഗോൾഡ് എല്ലാം അങ്ങനെ ഹെവി അതല്ല, എന്നാലും നോർമൽ ആയിട്ടുള്ള നമ്മുടെ ട്രഡീഷണൽ ആഭരണങ്ങളായിരിക്കണം. പിന്നെ മേക്കപ്പ്, ഹെയർ എല്ലാം ഞാൻ തനിയാണ് ചെയ്തത് കല്യാണത്തിന്. പക്ഷെ വേറൊരു കാര്യമുണ്ട്, ശരണ്യക്ക് എനിക്ക് തോന്നുന്നു ഓവർ മേക്കപ്പ്
ചേരില്ല, മുഖമേ മാറിപ്പോവും. മാറിപ്പോവും. നോർമൽ മാസ്ക് ഇട്ടാണ് ഇടുന്നു. അപ്പൊ ഞാൻ ഓർത്തു വേണ്ട എനിക്ക് കൊറിയക്കാരി ലുക്കുണ്ട്. അതെ അതെ. ഓ പറയുന്ന ആള് പിന്നെ ശരി, ഞാൻ നിങ്ങൾക്ക് ഒരു വിഷ്വൽ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ എന്താണ് ഓർക്കുന്നതെന്ന് എന്നോട് പറയണേ. ശരി ശരി നോക്കാം. അവിടെ കരയാണ്. അദ്ദേഹം പറഞ്ഞു അതെ, ഞാൻ പോകുന്നു. ഈ വിഷ്വല് കണ്ടപ്പോ അതായത് നിങ്ങൾ ഇടയ്ക്കൊക്കെ എന്തൊക്കെയോ പറഞ്ഞ് ചിരിച്ചു, അത് എന്താ പറഞ്ഞെന്ന് ഓർമ്മയുണ്ടോ ഇപ്പൊ? എന്താ നിങ്ങൾ പറഞ്ഞത്? ഞാൻ താലി കെട്ടി കഴിഞ്ഞ് ഫസ്റ്റ് അടിച്ച ഡയലോഗ് ജാങ്കോ നീ അറിഞ്ഞ അതുവരെ ഞാനിങ്ങനെ പ്രാർത്ഥനയൊക്കെ ഞാൻ ഫുൾ പ്രാർത്ഥന കാരണം പെട്ടു എന്ന് പറഞ്ഞല്ലോ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഇനി എന്തിനു പ്രാർത്ഥന ഞാൻ നിർത്തി. രണ്ടാമത് വേറെ എന്തോ പറയുമ്പോ ഒരു ഇടി കൊടുത്തല്ലോ, അതെന്താ പറഞ്ഞ? എന്തോന്നോ അത് ഓർമ്മയില്ല. ഞങ്ങള് ആദ്യം കണ്ടപ്പോ തന്നെ ഒരു ഇടിയിലാണ് തുടങ്ങിയത്. പുള്ളിക്കാരിയെ ഫസ്റ്റ് കണ്ടപ്പോഴേക്കും ഞാൻ ഇപ്പം അദ്ദേഹത്തിന് ഒരു പല്ല് അകത്തോട്ട് ഇരിപ്പുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ആ പല്ല് മൊത്തം കുളമാണല്ലോ. പിന്നെ അടുത്ത ഫസ്റ്റ് ഡയലോഗ് വേറൊന്ന് പറഞ്ഞാല് നിനക്ക് ഇത്ര പൊക്കം ഉണ്ടായിരുന്നുള്ളൂ. പൊക്കത്തിൽ തൊട്ട് സ്ക്രീനിൽ കാണുന്നതും നേരിട്ട് കാണുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അപ്പൊ ഞാൻ ഒരു ഒറ്റ ഇടി ഫസ്റ്റ് ആ ഇടി ചെയ്തതാണ് അവിടെ. അതായത് എന്തോ നാച്ചുറലായിട്ട് വന്നതാ. ആ ഇടിയില് ചേട്ടൻ വീണ് പോയെന്നുള്ളതാണ് സത്യം. പിന്നെ അതിനുശേഷം നമ്മൾ അച്ഛൻ അമ്മയൊക്കെ കണ്ടു, എല്ലാരും കരഞ്ഞു ഉമ്മയെ കൊടുത്തപ്പോ ശരണ്യ ഞാൻ പോട്ടെ എന്റെ ലൈഫ് ബാക്കി എല്ലാരും ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. ശരണ്യ ഇപ്പൊ കരയും ഇപ്പൊ കരയും, ഞാൻ പോട്ടെ പിന്നെ വരാം. ഞാനൊന്ന് പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴേ ഈശ്വരൻ ഞാൻ കരഞ്ഞില്ലല്ലോ. പിന്നെ വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ കല്യാണം കഴിഞ്ഞാലും നാലാം കല്യാണം എന്ന് പറയുമ്പോൾ തിരിച്ചു വരുമല്ലോ. അപ്പൊ ആ ഒരു സന്തോഷം കരയാതല്ല. രണ്ടുപേരും വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. ശരണ്യക്കും അങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല, താങ്കൾക്കും വലിയ ഒരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല. മെച്യൂരിറ്റി ആണോ? കുറച്ചുകൂടി സൗന്ദര്യം കൂടിയോ എന്നേ ഉള്ളൂ എനിക്ക്. ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യോ? കുറച്ചുകൂടി സൗന്ദര്യം കൂടിയോ? നന്നായിട്ടുണ്ട്. ഒരു എന്താ പറയാ, ശരണ്യ പാടി തന്നിരുന്ന പാട്ടുകളോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പാട്ട് ഫേവറേറ്റ്സ് ഉണ്ടോ? പിന്നെ ഇഷ്ടംപോലെ. ഒന്ന് മറ്റേ അല്ലിയളം. അതിനൊരു കഥയുണ്ട്. കുഞ്ഞുങ്ങളായി അപ്പം ആദ്യമൊക്കെ ഞാൻ ഓമന തിങ്കൾ ഇവന്മാർ രണ്ടും കണ്ണും തുറന്നില്ല നോക്കിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞു ഉറങ്ങടാ ഓമന, പിന്നെ നോക്കിക്കൊണ്ടിരിക്കും. അത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി ഇവന്മാരുടെ ട്രെൻഡ് അതല്ല. പക്കാ ലോക്കൽ നെനു പക്ക. അത് പക്ഷെ അല്ലിയളം പൂവ് പാടി ഒരാളെ ഉറങ്ങുള്ളൂ, കുഞ്ഞുങ്ങളെ രണ്ടും കണ്ണ് തുറന്നോണ്ടിരിക്കും. ഞാൻ ഒരിക്കൽ ആക്ച്വലി കാരണം അച്ഛന്റെ ട്രെൻഡ് അതാണല്ലോ, അച്ഛൻ ആ സമയത്തുള്ളതാണല്ലോ. അത്രയ്ക്കൊന്നുമില്ല, അത്രയ്ക്കൊക്കെ കേട്ടണ്ട. എന്നാലും അല്ലികളെ കേട്ടാൽ നമ്മൾ ഉറങ്ങും. കുഞ്ഞുങ്ങൾക്ക് പക്കാ ലോക്കൽ പാടിക്കൊടുക്കും, അവരും ഉറങ്ങും, എല്ലാവരും ഹാപ്പി. ഇനി നമുക്ക് നിങ്ങൾ രണ്ടുപേരും ഒരു ഗെയിം, നിങ്ങൾ ഗെയിംസിൽ എത്രത്തോളം പ്രാവീണ്യമുള്ള ആൾക്കാരാണെന്ന് ഒട്ടുമില്ലാത്തവരെ പഠിപ്പിച്ചിട്ട് വിടാന്നുള്ളതാണ് ഞങ്ങളുടെ. അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഈ റെഡ് കാർപ്പറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും പഠിപ്പിക്കാനുള്ളതാണ്. അങ്ങനെ നിങ്ങൾ ഞാനൊരു ഗെയിമർ ആക്കിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ. ഓക്കെ റെഡി? യെസ്. ഓക്കെ, സോ നമ്മുടെ ഗെയിമിനുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ ഇവിടെ റെഡിയായി. എൻ്റെ കയ്യിൽ സ്മൈലി ബോൾസ് ഉണ്ട്, ബട്ടർഫ്ലൈ കണ്ണാടി ഉണ്ട്,
ബാസ്ക്കറ്റ് ഉണ്ട്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. ഇനി എന്താണ് കളിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇപ്പൊ ആദ്യം ചേട്ടൻ ബാസ്ക്കറ്റ് ഹോൾഡ് ചെയ്യണം, ആ റെഡ് ബാസ്ക്കറ്റ് ഹോൾഡ് ചെയ്യണം. ശരണ്യ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്നിട്ട് ഈ ബോൾ, ഈ സ്മൈലി ബോൾസ് എറിയും. കണ്ണ് കെട്ടിട്ടാണ് എറിയുന്നത്. കണ്ണ് കെട്ടിട്ട് എറിയുന്ന ബോളുകൾ നമ്മൾ ബാസ്ക്കറ്റ് കൊണ്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്യണം. റെഡി? സിമ്പിൾ അല്ലേ? വലിയ ബുദ്ധിമുട്ടൊന്നും. തിരിച്ചുണ്ട്. ഒരാൾക്ക് 1 മിനിറ്റ്, ഒരാൾക്ക് 1 മിനിറ്റ്. ഇതിൽ ജയിക്കുന്ന ആൾക്ക് സമ്മാനം, തോൽക്കുന്ന ആൾക്ക് പണിഷ്മെന്റ്. അയ്യോ, അപ്പൊ ജയിച്ചേ പറ്റുള്ളൂ അല്ലേ? യെസ്, ജയിച്ചാൽ രക്ഷപ്പെടാം, തോറ്റാൽ ഒരു പണിഷ്മെന്റും കൂടി ഉണ്ട്. അപ്പൊ റെഡി അല്ലേ? ആദ്യം ചേട്ടൻ തന്നെ. ഞാൻ ബാസ്ക്കറ്റ്. ഓക്കെ. Ready? 1, 2, 3, music. Very good, very good, very good. ഒരെണ്ണം ആയി. നീ ആരെയും നോക്കണേ ശിവകുട്ടി? എല്ലാം ബൗൺസ് ചെയ്യാണല്ലോ. പിടിച്ചു പൊക്കി എറിയണം. പൊക്കി എറിയൂ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ശരണ്യ, എനിക്ക് പണിഷ്മെന്റ് കിട്ടും. കഴിഞ്ഞു തോന്നുന്നു. ഇല്ല, നീ പകപോക്കാണല്ലേടാ. കിട്ടിയില്ല. കിട്ടി. വെരി ഗുഡ്. അപ്പൊ നമുക്ക് നോക്കാം. അതായത് ഇപ്പം ആദ്യമൊക്കെ ഇത്രയും പിടിച്ചു, പക്ഷെ ആദ്യമൊക്കെ ബൗൺസ് ചെയ്ത് ഇങ്ങനെ വന്നു. അപ്പൊ അത് നമ്മൾ കൂട്ടില്ല. അങ്ങനെ 2 എണ്ണം ഞാൻ എടുത്ത് മാറ്റി. ഇപ്പൊ ടോട്ടൽ 1, 2, 3, 4, 5, 6, 7, 8, 9 ബോൾസ് ആണ് കളക്ട് ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. എനിക്കുള്ള പണിഷ്മെന്റ് പോരട്ടെ. ഇനി ശരണ്യ 10 ബോൾസ് കളക്ട്. വെറുതെ നാണം കിടണു. അതെ, കച്ചമുറക്കി ശരണ്യ കളത്തിൽ ഇറങ്ങിയിരിക്കുകയാണ്. എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സംഭവം. Ready? 1, 2, 3, music. പോയി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അല്ല, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, യെസ്, യെസ്. അയ്യോ, ബൗൺസ് ചെയ്തു. സ്നേഹം കൂടുതൽ കൊണ്ട് ചേട്ടൻ വാരി വാരി കൊടുക്കുകയാണ്. ഇത്ര സ്നേഹസമ്പന്നനായ ഭർത്താവ് വെറുതെ പണിഷ്മെന്റ് മേടിക്കുന്നുണ്ട്. ഈ കണ്ണട വെച്ചിട്ട് ഇത്ര കൃത്യമായിട്ട് എങ്ങനെ ബാസ്ക്കറ്റ് മാറ്റിട്ട് ഒരെണ്ണം കൂടി ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. മാറ്റിക്കോ. എന്റെ ദൈവമേ, കഴിഞ്ഞു. ഈ കണ്ണട നല്ല ഭംഗിയുണ്ട് കേട്ടോ, സ്ഥിരമാക്കി. പിന്നെ ഈ കണ്ണട വെച്ചോണ്ടാണോന്ന് അറിയില്ല, ഭയങ്കര സ്നേഹം ശരണ്യോട്. അതായത് ഒരെണ്ണം പോലും മിസ്സായെങ്കിൽ പോലും കൂടുതലും ശരണ്യക്ക് ദേഹം അനങ്ങേണ്ടി വന്നില്ല. ദേ വെറുതെ ഇങ്ങനെ പിടിച്ചിടുക. എല്ലാം ഇങ്ങനെ നിങ്ങളുടെ സ്നേഹം കണ്ടിട്ട് എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നു. ടിഷ്യൂ പേപ്പർ പ്ലീസ്. മേക്കപ്പ് പോകും. അത് മേക്കപ്പ് പോകും. അതോട് ഞാൻ കരയുന്നില്ല. അയ്യടാ, അങ്ങനെ ഇപ്പൊ വേണ്ട. ഇത് ഔട്ടായ ബോളാണ്. അത് ഇടണ്ട. 1, 2, 3, 4, 5, 6, 7, 8, 9, 10 and 11. ഞാനൊരു ഡയലോഗ് പറഞ്ഞോട്ടെ. ശരണ്യക്ക് ഈ അവസരത്തിൽ എന്താണ് പറയാൻ തോന്നുന്നത്? പറയൂ. നന്ദിയുണ്ടളിയാ, നന്ദിയുണ്ട്. ശരണ്യ എന്തായാലും ജയിച്ചല്ലോ. അപ്പൊ ശരണ്യക്ക് സമ്മാനമുണ്ട്. പക്ഷെ ചേട്ടൻ തോറ്റല്ലോ. സമ്മാനം പകുതി, അത് പോട്ടെ, അത് വേറെ. പക്ഷെ പണിഷ്മെന്റ് പകുതി എടുക്കാൻ പറ്റില്ല. പണിഷ്മെന്റ് താങ്കൾ ചെയ്തേ പറ്റൂ. പണിഷ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പാട്ട് പ്ലേ ചെയ്യും, അതിൽ ഡാൻസ് ചെയ്യണം. അപ്പൊ സമ്മാനം തരട്ടെ.